ഈ കറക്റ്റ് ലൊക്കേഷനിൽ ഇത് വെക്കുന്നു. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റെർ ചെയ്യുന്നു. പിന്നെ ഇതെന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഇത്ര തന്നെയാണ് ഇതിലുള്ളത്. ഇത് പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ 80-90 ഒക്കെ സുഖമായിട്ട് വാങ്ങിക്കാം. ആ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റായിട്ട് എഴുതുക. ഫ്ലാഷ് പോയിൻ്റ്, ഫയർ പോയിൻ്റ് എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യുക തിയറിയിൽ. അപ്പോൾ ആ തിയറിയിൽ അതെല്ലാം എഴുതിയിട്ട് എന്തിനാണ് ഫ്ലാഷ് പോയിൻ്റ്, ഫയർ പോയിൻ്റ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പ്രൊസീജിയർ തുടങ്ങും. എന്നിട്ട് ഒബ്സർവേഷൻസ്, ഹീറ്റിങ്ങും കൂളിങ്ങും രണ്ടും കോളം വരച്ച് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം സാമ്പിൾ കാൽക്കുലേഷൻ. ഇതിൽ സാമ്പിൾ കാൽക്കുലേഷൻ ഒന്നുമില്ല. അപ്പോൾ സാമ്പിൾ കാൽക്കുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫയർ പോയിൻറ്റിൻ്റെ ഹീറ്റിംഗ് ടൈം, കൂളിംഗ് ടൈം, ആക്ച്വൽ ഫ്ലാഷ് പോയിൻ്റ്, ആവറേജ് ഓഫ് ദീസ് ടു, അങ്ങനെ എഴുതി കാണിക്കുക. ഇല്ലെങ്കിൽ ഒബ്സർവ് കാൽക്കുലേഷനുള്ള, സാമ്പിൾ കാൽക്കുലേഷനുള്ള 20 മാർക്കും പോകുന്നു വെച്ചാൽ ഇടാൻ സ്ഥലം വേണ്ടേ. നിങ്ങൾ കാൽക്കുലേഷൻ എന്തെങ്കിലും ഉള്ള കാൽക്കുലേഷൻ കാണിക്കാതെ നിങ്ങൾ ഇപ്പുറത്ത് മാത്രം റിസൾട്ടിൽ എഴുതിയ റിസൾട്ടിലെ മാർക്കുള്ളൂ. സാമ്പിൾ കാൽക്കുലേഷന് ബാക്കിയുള്ളവർക്ക് 20 മാർക്കുണ്ട്. അത് നിങ്ങൾക്ക് തരാനായിട്ട് മാർഗം വേണ്ടേ. അപ്പോൾ അതെല്ലാം എഴുതി ചെയ്യാവും. അതിപ്പോൾ ഇതിലിപ്പോൾ അത് എനർജി റെഗുലേറ്റർ ഇല്ലാതെ കൊടുക്കുമ്പോൾ, അല്ലാത്ത കേസിലാണെങ്കിൽ നിങ്ങൾ തെർമോമീറ്റർ വെച്ചിട്ട് ടെമ്പറേച്ചർ ഒരു 35-36 ഒക്കെ വരുമ്പോൾ ഹീറ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹീറ്റും ഉണ്ട്. ഹീറ്ററിൽ ഉണ്ടല്ലോ ഹീറ്റ്, ആ ഹീറ്റ് ആദ്യം ഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ടാക്കിയിട്ട് അത് ഈ കാസ്റ്റ് അയണിലേക്ക് കൊടുക്കുകയാണ്. അവിടെ നിന്നാണ് ഇത് അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. 35-ൽ 36 ഒക്കെ ആകുമ്പോൾ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് തെർമോമീറ്ററിൽ അത് കാണിക്കുന്ന സമയത്ത് അതാണെങ്കിൽ ഇത് ഈ പൊസിഷനിൽ ഇരിക്കണ്ടേ? അത് നമുക്ക് ആദ്യം നോക്കുമ്പോൾ അറിയാം ഇനിഷ്യലി അങ്ങനെ എത്ര കാണിക്കുന്നു.